വുമൻസ് വേൾഡ് കപ്പ് ഫൈനൽ വന്നിട്ടുണ്ട് ജയ് ഇന്ത്യ. പടം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സിനിമ. ഹൊറർ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. പടം കൊള്ളത്തില്ല. കൊള്ളത്തില്ല? എന്തൊരു ഇഷ്ടപ്പെടാൻ കൊള്ളത്തില്ല. കൊള്ളത്തില്ലേ? എന്തൊരു ഇതിന്റെ നായികയായിട്ട് കാണിക്കുന്ന ആ പ്രേതാവതം അതിന്റെ എന്താണ് പറ്റിയത് പോലും കാണിക്കുന്ന പോലും ഇല്ല. അത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അതെന്താണെന്ന് അറിയത്തില്ല. അത് ആദ്യം അതിന്റെ എന്തെങ്കിലും ചെറുതെന്ന് കാണിച്ചതേ കുഴപ്പമില്ലായിരുന്നു. അതുപോലും വ്യക്തത കിട്ടിയില്ല. ഇല്ല, ഒന്നും കിട്ടിയില്ല. വാപ്പട പട്ടായി പോയി. പേടിച്ച എന്തെങ്കിലും കണ്ട്? പേടി കുറച്ചൊക്കെ വന്നു, എന്നാലും മൊത്തത്തിൽ പേടിയില്ല. ഈ പറഞ്ഞ അത്ര ഇല്ലായിരുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി വർക്കായില്ല. എന്തൊരു അത് അത്ര ഒരു സ്റ്റോറി ഇല്ലായിരുന്നു. ഹൊറർ എലമെന്റ്സ് ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സ്റ്റോറി അത്ര പോരാ, വീക്കായിരുന്നു. നമുക്ക് ത്രില്ലിംഗ് ആകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് 2-3 ഹൊറർ സീനൊക്കെ കുഴപ്പമില്ലാതിരുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റോറി അത് മിസ്സിംഗ് ആയിരുന്നു. അത് ആദ്യം സീൻ കാണിക്കുന്നത് തന്നെ ആ പെണ്ണ് മരിക്കുന്നതായിട്ടാണ്. പക്ഷെ എന്തിനാ മരിക്കുന്നത് പോലും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതെനിക്കൊരു വീക്ക് പോയിന്റ് ആയിട്ട് തോന്നി. പ്രമേതം പോലൊരു സിനിമ എടുത്തിട്ട് ഇത് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് പേഴ്സണലി വർക്കായില്ല. അല്ല, ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. വിഷ്വൽസും സൗണ്ട്സും ഒക്കെ സൗണ്ടൊക്കെ പക്കായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ആ മെയിൻ സ്റ്റോറി വീക്കായിട്ട് തോന്നി. സ്ക്രിപ്റ്റ് ഒക്കെ സ്ക്രിപ്റ്റും കുറച്ചും കൂടെ അവർക്ക് വർക്ക് ചെയ്ത് എടുക്കായിരുന്നു. പക്ഷെ എനിക്ക് അത്ര വർക്കായില്ല. ഒന്നും പറയാനില്ല. രാഹുൽ സദാശിവന്റെ ബെഞ്ച് മാർക്കാണ്. പുള്ളിയുടെ കാറ്റഗറി തന്നെ ബെസ്റ്റ് പടം. പിന്നെ ഈ നൈറ്റ് പടം ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ പുള്ളിയുടെ കോൺഫിഡൻസ് കയറുന്നില്ല. ഡയറക്ഷൻ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും SFX വർക്ക് ആണെങ്കിലും വർക്ക് ഫുള്ള്, അതായത് ക്രൂ എല്ലാം. പ്രത്യേകിച്ച് പ്രണവിന്റെ ആക്ടിങ് ബെസ്റ്റ്. അയാള് തെളിയിച്ച് മോഹൻലാലിന്റെ മോനാന്നുള്ളത് തെളിയിച്ചു. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ധൈര്യം ടിക്കറ്റ് എടുത്ത് കാണാം. പേടിച്ച് കണ്ടം കീറും. അതിൽ കൂടുതൽ ഒന്നും പറയല്ല. ബെസ്റ്റ്. സ്ക്രീൻ പ്ലേ ഒക്കെ എങ്ങനെയുണ്ട്? ബെസ്റ്റ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ് ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ രീതിക്കാണ് കഥ പോകുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇന്റർവെല്ലിൽ തന്നെ നല്ലൊരു പീക്കായിട്ട് കൊണ്ടുവന്നിടുന്നത്. ഭയങ്കര ട്വിസ്റ്റാണ് ഇന്റർവെല്ലിൽ കൊണ്ടുവന്നിടുന്നത്. പിന്നെ അതിന്റെ എൻഡിങ് ആണെങ്കിലും ശരി, എല്ലാം റൈറ്റിംഗ് സൂപ്പർ. സ്ക്രീൻ പ്ലേ ആണ് പടത്തിന്റെ ഏറ്റവും ബെസ്റ്റ്. അതേ രീതിക്ക് തന്നെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം പൊളിയായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബെസ്റ്റ് ആണ് ബ്രോ. മസ്റ്റ് വാച്ച് അടിയൊക്കെ കണ്ടില്ലേ മിസ്സാണ്. പടം കുഴപ്പമില്ല. പക്ഷെ അയാൾ ക്ലൈമാക്സ് ഒന്ന് കാണിക്കണത്, എങ്ങനെ ആത്മഹത്യ ചെയ്തെന്നുള്ളതൊന്ന് കാണിക്കണത്, അത് കാണിച്ചിട്ടില്ല. അതാണ് ഒരു ഫൗൾ പറ്റിപ്പോയത്. സെക്കൻഡ് പാർട്ട് വല്ല കാണുമോ? സെക്കൻഡ് പാർട്ട് കാണുവാന്നുള്ളതാണ് എന്റെ വിചാരം. ഇതൊന്നും അറിയത്തില്ല കറക്റ്റ്. വ്യക്തത കിട്ടിയില്ല. നല്ല ആവശ്യമുള്ള കുഴപ്പമില്ല എന്ന് തോന്നിയുള്ളൂ. ഈ എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല. അതാണ് സംഭവം. വ്യക്തത കിട്ടിയിട്ടില്ല. നമുക്ക് മനസ്സിലാവാത്തതാണോ കാണിക്കുന്നുണ്ടോ? അല്ല, കാണിക്കുന്നില്ല. നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ല.